ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയന്റെ സഹകരണത്തോടെ കൊച്ചി മെട്രോ ഫിലിം സൊസൈറ്റിയും ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഇടപ്പള്ളി ചലച്ചിത്രോത്സവം മെയ് 27 മുതൽ 31 വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 ദിവസങ്ങളിലായി 3 വേദികളിൽ നടക്കുന്ന മേളയിൽ 15ഓളം വിദേശ, ഇന്ത്യൻ, മലയാള സിനിമകൾ പ്രദർശിപ്പിക്കും. മെയ് 31 വൈകുന്നേരം 6 മണിക്ക് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സംവിധായകൻ കമലിനെ ആദരിക്കും. പ്രശസ്ത സംവിധായകൻ സിബി മലയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്ക്, സംഗീത തിയേറ്റർ, കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രം എന്നീ വേദികളിലാണ് മേളയുടെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ അരങ്ങേറുന്നത്. ചലച്ചിത്ര പ്രദർശനങ്ങൾ കൂടാതെ സംവിധായകരും അണിയറ ശില്പികളും പങ്കെടുക്കുന്ന അഭിമുഖങ്ങൾ, സെമിനാറുകൾ, ചർച്ചകൾ, ഓപ്പൺ ഫോറം എന്നിവയും ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കും. ഇടപ്പള്ളി ചലച്ചിത്രോത്സവം 2ാം എഡിഷൻ, ദാറ്റ് ഈസ് 2nd എഡിഷൻ. ആദ്യ എഡിഷൻ കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ 2nd എഡിഷനാണ് ഇപ്പോൾ. ഈ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഈ എഡിഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രസിദ്ധ സംവിധായകൻ, മലയാളത്തിൻ്റെ അഭിമാനം ശ്രീ കമലിന് നമ്മളൊരു ആദരം കൊടുക്കുന്നുണ്ട്. അതിന് മലയാളത്തിലെയും തമിഴിലെയും ചലച്ചിത്രത്തിൻ്റെ പ്രമുഖ സെലിബ്രിറ്റീസ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ 27-ാം തീയതി ആദ്യം രാജി പറഞ്ഞതുമാതിരി 3 ഇടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പ്രദർശനം നടത്തുന്നത്. അതിൽ സിനിമകൾ മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, ബംഗാളിയുണ്ട്, തമിഴുണ്ട്. പിന്നെ സമാന്തര സിനിമകളും ഡോക്യുമെൻ്ററി സിനിമകളും ഫീച്ചർ സിനിമകളും എല്ലാം ഈ പരിപാടിയിൽ, ഈ ചലച്ചിത്രോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചർച്ചയുടെ ഉദ്ഘാടനം നടത്തുന്നത് പ്രസിദ്ധ സംവിധായകൻ ശ്രീ ലാൽ ജോസ് ആണ്. അതുകൂടാതെ പല ദിവസങ്ങളിലായി പല ചലച്ചിത്ര സെലിബ്രിറ്റീസും പ്രതിഭകളും ഈ ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള ഘടകത്തിനെ കുറിച്ച്. അപ്പോൾ ആ കേരള ഘടകം 2017 മുതൽ പ്രസിദ്ധീകരിച്ചു വരുന്ന ഒരു മുഖമാസികയാണ് ദൃശ്യതാളം. പ്രഗത്ഭരായ സംവിധായകരെക്കുറിച്ച്, ലോക സിനിമയെക്കുറിച്ച്, ഇന്ത്യൻ സിനിമയെക്കുറിച്ച്, പ്രാദേശിക സിനിമകളെക്കുറിച്ചൊക്കെ അതിൽ ലേഖനങ്ങളും സിനിമാ അവലോകനങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒരു മാസം മുമ്പ് പ്രശസ്ത സംവിധായകൻ ടി വി ചന്ദ്രനെ ആദരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക പതിപ്പായിട്ടാണ് ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ ഈ പ്രാവശ്യം സംവിധായകൻ ശ്രീ കമലിനെയാണ് ആദരിക്കുന്നത്. അപ്പോൾ അത് കമൽ സ്പെഷ്യൽ പതിപ്പായിട്ടാണ് ഇത്തവണ പുറത്തിറക്കുന്നത്. അതിൻ്റെ പ്രകാശനവും ഈ മെയ് 31 കമലിനെ ആദരിക്കുന്ന ആ വേദിയിൽ വെച്ചിട്ട് പ്രമുഖരായ വ്യക്തികൾ നിർവഹിക്കുന്നതാണ്. VK ജോസഫാണ് ഈ ദൃശ്യതാളത്തിൻ്റെ ചീഫ് എഡിറ്റർ. ചലച്ചിത്ര സംവിധായകർ, നിരൂപകർ, എഴുത്തുകാർ എന്നിവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സിനിമയിൽ 4 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ കമലിൻ്റെ അഭ്രവാളികളുടെ വളർച്ച വ്യക്തമാക്കുന്ന 5 സിനിമകളുടെ പ്രദർശനം മേളയുടെ മുഖ്യ ആകർഷണമാണ്. കമൽ 4 പതിറ്റാണ്ടിൻ്റെ സെല്ലുലോയിഡ് കാഴ്ചകൾ എന്ന് പേരിട്ട പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയങ്ങളായ 5 സിനിമകൾ ഉള്ളടക്കം മേഘമൽഹാർ, പെരുമഴക്കാലം, കറുത്ത പക്ഷികൾ, സെല്ലുലോയിഡ് എന്നിവ പ്രദർശിപ്പിക്കും. മെയ് 31 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ നടിമാരായ മഞ്ജു വാര്യരും ഭാവനയും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. FFSIയുടെ മുഖമാസികയായ ദൃശ്യതാളത്തിൻ്റെ കമൽ പതിപ്പും തദ്വസരത്തിൽ പ്രകാശനം ചെയ്യും. സമ്മേളനത്തിൽ ചലച്ചിത്ര താരങ്ങളായ സൗബിൻ ഷാഹിർ, ഷൈൻ ടോം ചാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ, സംവിധായകരായ രഞ്ജി പണിക്കർ, ആഷിഖ് അബു, ജോഷി മാത്യു, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ, VK ജോസഫ്, സജിൻ ലാൽ, പി സുകുമാർ, സാലു ജോർജ്, വേണുഗോപാൽ, ഭാഗ്യലക്ഷ്മി, പ്രവീൺ KC എന്നിവരും സംഘടനകളായ അമ്മ, ഫെഫ്ക, മാക്ട എന്നിവയുടെ പ്രതിനിധികളും പങ്കെടുക്കും. ചലച്ചിത്രമേളയിലും പ്രദർശനത്തിലും മറ്റു പരിപാടികളും പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മെട്രോ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് P കൃഷ്ണൻ, സെക്രട്ടറി TR ജോർജ്, ട്രഷറർ ശിവഗോവിന്ദൻ, FFSI റീജിയണൽ കൗൺസിൽ മെമ്പർ KK രാജേശ്വരി, ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം വൈസ് പ്രസിഡന്റ് PA അസീസ് എന്നിവർ പങ്കെടുത്തു.